ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനെ അവൻ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിശാച് തോറ്റുപോയി. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞുകൊണ്ട് സാത്താനോട് വചനം കൊണ്ട് പോരാടി, വചനം കൊണ്ട് യുദ്ധം ചെയ്തു. വചനം എന്ന വാള്, ഇരുവായത്തിലുള്ള വാള്, വചനം എന്ന വാള്. ഇബ്രാഹിം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയും, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേറൊടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. സ്തോത്രം. ഇബ്രാഹിം കർത്താവ് പറയുകയാണ്,
4 അധ്യായം 12-13 വാക്യം. ദൈവത്തിൻ്റെ വചനം അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇരുവായത്തിലുള്ള വാൾ ഉള്ളവനരൽ ചെയ്യുന്നു. പെർഗമോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ഇരുവായത്തിലുള്ള വാൾ ഉള്ളവനരൽ ചെയ്യുകയാണ്. കയ്യിൽ ഇരുവായത്തിലുള്ള വാൾ അവൻ ധരിച്ചിരിക്കുന്നു. വാൾ കൊണ്ട് ശത്രുവിനെ വെട്ടാം, ശത്രുവിൻ്റെ തീയമ്പുകളെ വെട്ടിമാറ്റാം, ശത്രുവിൻ്റെ ആക്രമണത്തെ ചെറുത്ത് നിൽക്കാം. പൈശാചികൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ പോലും പരീക്ഷകൻ പരീക്ഷിക്കാമെന്നു. കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. വചനം കൊണ്ടാണ് കർത്താവ് ശത്രുവിൻ്റെ നീക്കത്തെ തടുത്തത്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വചനം ഉണ്ടായിരിക്കണം. വചനം, ചൈതന്യമുള്ള വചനം ഉണ്ടായിരിക്കണം. തീയുടെ വചനം ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ, നാവിന്മേലുണ്ടായിരിക്കണം, ഹൃദയത്തിലുണ്ടായിരിക്കണം. വചനം നമുക്ക് അമ്മാനോടാനുള്ളതല്ല, നമുക്ക് കളിയായി ഉപയോഗിക്കാനുള്ളതല്ല. വചനത്തെ എടുത്ത് നാം തമാശ പറയരുത്. വചനത്തെടുത്ത് നാം ഹാസ്യാത്മകമായി ചിത്രീകരിക്കരുത്, ദോഷമാണ്. വചനം ഭയത്തോടുകൂടി എടുക്കേണ്ടതാണ്. വചനം ഭയത്തോടുകൂടി പറയേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ്. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുത വചനമാണത്. ഈ ദൈവത്തിൻ്റെ വചനം നാം വെറുതെ നിസ്സാരമാക്കി സംസാരിക്കരുത്. നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഈ വചനം എടുത്ത് ഉപയോഗിക്കരുത്. വചനം എടുത്ത് ഉപയോഗിക്കുന്നതിൽ ഭയത്തോടും വിറയലോടും കൂടി വേണം. ദൈവത്തിൻ്റെ വചനമാണ്, തീയാണ് ഈ വചനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. ഞാൻ ഈ വചനം എടുത്ത് വായിക്കുന്നു, വചനം എടുത്ത് പറയുന്നു. എൻ്റെ കർത്താവേ, ഈ വചനം എൻ്റെ നേരെ തിരിഞ്ഞു വെട്ടാൻ ഇടവരരുത്. വചനം കൊണ്ട് ഞാൻ അങ്ങോട്ട് വെട്ടുന്നു, പക്ഷേ ആ വചനം എന്നെ തിരിഞ്ഞു വെട്ടാൻ ഇടവരരുത്. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഒരക്ഷരം പോലും പറയാൻ ഇടവരരുത്. എൻ്റെ കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കാത്ത ഒരക്ഷരം പോലും നാവിൽ വരരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കർത്താവേ, നിൻ്റെ വചനം എൻ്റെ നാവിന്മേൽ എഴുതിത്തരണമേ എന്ന്. കർത്താവേ, നിൻ്റെ വചനം എൻ്റെ ചുണ്ടിന്മേൽ പുരട്ടിത്തരണമേ എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനം നെറ്റിയിൽ എഴുതി വയ്ക്കണമേ എന്ന്. വചനമാണ് ജീവിതത്തിൻ്റെ ആധാരം. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പരീക്ഷ ജഡമോഹം, ജഡത്തിൻ്റെ മോഹമായിരുന്നു. രണ്ടാമത്തെ പരീക്ഷ എന്താണ്? വായിക്കാം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി, വിശുദ്ധ നഗരത്തിൽ യെരൂശലേമിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. പിശാച്, കർത്താവ് വചനം ഉപയോഗിച്ചപ്പോൾ പിശാചും വചനം ഉപയോഗിച്ചു. വചനം പിശാചും എടുക്കും. പിശാചിന് വചനം എടുക്കാൻ അറിയാം. അവനറിയാം വചനം. അവൻ വചനം എടുത്ത് നിങ്ങളെ വെട്ടാൻ വരും. വചനം കൊണ്ട് നിങ്ങളെ ആക്രമിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. മദ്യപാനത്തിലെ കൗതുകമുള്ള ആളുകൾ പറയും, പേടിക്കാനൊന്നുമില്ല, മദ്യപിച്ച് മത്ത് പിടിച്ച് നടക്കരുതെന്നേ ഉള്ളൂ, വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്നൊരു വാക്യമുണ്ടല്ലോ. അതുകൊണ്ട് പേടിക്കേണ്ട, കുറച്ചൊക്കെ ആകാം. അവരവരുടെ സൗകര്യത്തിനുള്ള വാക്ക് അങ്ങനെ വളച്ചൊടിച്ച് പറയുകയാണ്. തന്നെയല്ല, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്നു, നിൻ്റെ അജീർണത നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക, അവസാനം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. നോക്കൂ, ആ പറഞ്ഞതും ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെന്ന് പറഞ്ഞ് വചനത്തെ കോട്ടിമാട്ടി മദ്യപിക്കുന്നവർ ആ വാക്യം ഉപയോഗിക്കുകയാണ്. കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം വീഞ്ഞാക്കിയതല്ലേ. വീഞ്ഞ് ലഹരിയുള്ളതല്ലേ. അതുകൊണ്ട് വീഞ്ഞ് കുടിക്കാൻ കുഴപ്പമില്ല. നല്ല ഏറ്റവും ലഹരി പിടിച്ച വീഞ്ഞ് തന്നെ കുടിക്കാൻ കുഴപ്പമില്ല. ഇതെല്ലാം മനുഷ്യൻ പറയുന്ന ചില തന്ത്രങ്ങളും ചില സൂത്രങ്ങളുമാണ്. അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമായ സത്യമായി നിലനിൽക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇവിടെ പിശാച് വചനം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഓർത്തുകൊള്ളണം, വചനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ വശീകരിക്കാൻ പലരും വരും. വചനത്തിൽ കൂടി നിങ്ങളെ വശീകരിക്കുകയും നിങ്ങളെ ആകർഷിക്കുകയും ചെയ്ത് നിങ്ങൾ വഴിതെറ്റിക്കാൻ ചിലർ വരും. വചനം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസത്തെ ത്യജിക്കുവാൻ തക്കവണ്ണമുള്ളതായ സംസാരങ്ങൾ ചിലരിൽ നിന്ന് വരുന്നത്. ചിലരെ നിങ്ങളെ പ്രേരിപ്പിക്കും, വചനം കൊണ്ട് തന്നെ പ്രേരിപ്പിക്കും. വചനമെടുത്ത് നിങ്ങളെ പ്രേരിപ്പിക്കും. ചില വാക്യങ്ങളുടെ ശകലം എടുക്കും, വാക്യത്തിൻ്റെ ശകലം. ഒരവസരത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പിന്നീട് എൻ്റെ കൂടെ പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അദ്ദേഹം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ യോഹന്നാനെ, നീ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കാണിച്ചു തരാം. നിൻ്റെ കയ്യിൽ വേദപുസ്തകം ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ മേശവലിപ്പിൽ ഉണ്ടോ? വേദപുസ്തകം ഉണ്ട്. ഞാൻ മേശവലിപ്പ് തുറന്നു. പെട്ടെന്ന് ദൈവം എടുത്തു. 51 സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞു, ഇത്ര മണ്ടനാണോ? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്നുള്ള അത്രയും ഭാഗം ബാക്കി ഭാഗം അദ്ദേഹം വിട്ടു. ദൈവമില്ല എന്നുണ്ടല്ലോ എന്ന്. ഇങ്ങനെയുള്ള കുയുക്തികൾ വചനത്തിൽ നിന്നെടുത്ത് പറയുന്ന ആളുകളുണ്ട്. കുയുക്തികൾ, തെറ്റായ യുക്തികൾ, അതെല്ലാം അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടാമത്തെ പരീക്ഷ, നീ ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് അവനോട്, നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക.
പിന്നെ വചനം പറയുകയാണ്, നിന്നെക്കുറിച്ച് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നതല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. വചനമുണ്ടല്ലോ, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കാക്കാൻ മാലാഖമാരിയാക്കിയിട്ടുണ്ടല്ലോ, ദൂതന്മാർ നിന്നെ കാക്കുമല്ലോ എന്ന് പറഞ്ഞു. വചനം വെച്ചുകൊണ്ട് പറഞ്ഞു. 91 സങ്കീർത്തനത്തിൽ വചനമാണ് പിശാച് കോട്ട് ചെയ്തത്. പിശാച് സാത്താൻ ഉദ്ധരിച്ചത് 91 സങ്കീർത്തനത്തിൽ ഉള്ളതാണ്. നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെക്കുറിച്ച് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം മാലാഖമാരോട് കൽപ്പിക്കും, മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും. വചനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം വെച്ചുകൊണ്ട് പറയുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അടുത്ത വാക്യം, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, വേദപുസ്തകം അങ്ങനെ ഉണ്ടല്ലോ, പക്ഷേ അതേ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ ഉണ്ടല്ലോ. പിശാചോടെയും തോറ്റു. രണ്ടാമത്തെ പരീക്ഷ പ്രതാപമോഹമാണ്. മഹത്വാകാംക്ഷ എന്ന് വേണമെങ്കിൽ പറയും. പ്രതാപമോഹം. 1 ജഡമോഹം, 2 പ്രതാപമോഹം. 1 ജഡമോഹം, 2 പ്രതാപമോഹം എന്ന് പറഞ്ഞാൽ സെൽഫ് ഈഗോ, നമ്മുടെ സ്വയം. ഞാൻ വലിയവനാണെന്ന് കാണിക്കുക, ഞാൻ ഉന്നതനാണെന്ന് കാണിക്കുക, ഞാൻ അത്ഭുത വിദ്യ കാണിക്കുന്നതിനാണെന്ന് മറ്റൊരു മുമ്പിൽ പ്രദർശിപ്പിക്കുക. പ്രതാപമോഹം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകരെ ഈ പ്രതാപമോഹത്തിൽപ്പെട്ട് പോയിട്ടുണ്ട്. ഒരു നല്ല സൽപ്പേര് കിട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്, നല്ല മാന്യനാണെന്നുള്ള പേര് കിട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്. അന്തസ്സാരമില്ലായിരിക്കാം, അകത്ത് വലിയ കാമ്പില്ലായിരിക്കും, പക്ഷേ പുറമേ ഞാൻ വലിയ മഹാനാണെന്ന് നടിക്കുന്നവരുണ്ട്, ഞാൻ വലിയ ഉന്നതനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ഞാൻ വലിയ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ ബന്ധപ്പെടുന്നവരുണ്ട്. എല്ലാം ഈ ബാഹ്യമായ ലോകത്തിൻ്റെ ബഹുമതിക്ക് വേണ്ടിയുള്ളതായ വ്യഗ്രതകളാണ്. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ നല്ല പിള്ളയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിലെ തിന്മകൾ മറച്ചു വയ്ക്കാനുള്ള വ്യഗ്രതകൾ മാത്രം, തന്ത്രങ്ങൾ മാത്രം. പ്രതാപമോഹം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവ ദൈവത്തിൽ നിന്നല്ല ദുഷ്ടനിൽ നിന്നത്രേ വരുന്നത് എന്ന് നമുക്ക് വായിക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവ ദൈവത്തിൽ നിന്നല്ല പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും ലോകത്തിൻ്റെ മോഹമായി ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കാരണവശാലും പുറമേ വലിയവനായി കാണിക്കാൻ ഒരാഗ്രഹം വരരുത്, പുറമേ നല്ലവനായി കാണിക്കാൻ ഒരഭിനയം വരരുത്, പുറമേ മാന്യനായി കാണിക്കാൻ ഒരു കാപട്യം വരരുത്. ഉള്ളതുപോലെ ആയിരിക്കണം. അഭിനയിക്കരുത്. നാം നല്ലവനാണെന്ന് ഭാവിക്കരുത്. നമ്മൾ ഉന്നതനാണെന്ന് നാം അഭിനയിച്ച് ഭാവിച്ച് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. സത്യം എന്താണ്? ആർക്കും അറിയാം ഞാൻ ഇന്നതേ ഉള്ളൂ എന്ന്. എല്ലാവർക്കും അറിയാം. ഞാൻ എന്തെല്ലാം ഭാവിച്ചാലും ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് എന്നെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഞാൻ എത്ര ഉന്നതനാണെന്ന് ഭാവിച്ചാലും അഹങ്കരിച്ചാലും എന്നെ കാണുന്നവരെ എന്നോട് ഇടപെടുന്നവർക്ക് മനസ്സിലാകും, എളുപ്പം മനസ്സിലാകും, ഇവൻ ഇത്രയ്ക്കേ ഉള്ളൂ, കാമ്പ് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഒരിക്കലും നാം അഭിനയിക്കരുത്. നാം നല്ല പിള്ള ചമയരുത്. പുറമേ നല്ല പഞ്ചാര വാക്ക് പറയരുത്, പുറമേ നല്ല മധുരവാക്ക് പറയരുത്, പുറമേ ആളുകളെ വശീകരിക്കുന്ന വാക്കുകൾ പറയരുത്. നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും എപ്പോഴും വളരെ കരുതലോടെയായിരിക്കണം. ഒരിക്കലും പ്രതാപമോഹം ഉണ്ടാകരുത്. പ്രതാപമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഞാൻ വലിയവനാണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒന്നും വരരുത്. ഒരിക്കലും പാടില്ല. ഏതെങ്കിലും ഒരു കാര്യം, സത്യസന്ധമായ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ പോലും ഒന്ന് ചിന്തിച്ചോളണം, കർത്താവേ ഞാൻ ഈ പറയുന്നില്ല പ്രശംസ വരുമോ? നിങ്ങൾ ഓർത്തോളണം. എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കിട്ടിയൊരു നേട്ടം പറയുകയാണ്, സത്യസന്ധമായി പറയുകയാണ്, പക്ഷേ അതിനകത്ത് ഏതെങ്കിലും പൊടുപ്പും തൊങ്ങലും വരുന്നുണ്ടോ? ഏതെങ്കിലും പൊടുപ്പും തൊങ്ങലും വെച്ചാണോ ഞാൻ പറയുന്നത്? എനിക്കൊരു പ്രശംസ കിട്ടാൻ തക്കണമാണ് ഞാൻ പറയുന്നത്? എന്നെ ആളുകൾ മാനിക്കാൻ തക്കണമാണ് ഞാൻ പറയുന്നത്? ദോഷം. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നാം ആഗ്രഹിക്കരുത്. മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടി നാം ആഗ്രഹിക്കരുത്. മനുഷ്യന് മുമ്പിൽ നല്ല പിള്ള ചമയാൻ നാം നോക്കരുത്. മനുഷ്യന് മുമ്പിൽ നാം നല്ല ശ്രേഷ്ഠരാണെന്ന് ഭാവിക്കാൻ നാം ശ്രമിക്കരുത്. എപ്പോഴും ഉള്ളതുപോലെ ആയിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കണം. അവിടെ നിഷ്കളങ്കതയായിരിക്കണം. ഒരിക്കലും വ്യാജം വരരുത്, ഒരിക്കലും തന്ത്രം വരരുത്.
ദൈവത്തിന് സ്തോത്രം. ദൈവം വെറുക്കുന്നതെന്നാണ് വ്യാജം എന്നുള്ളത്. വ്യാജം ദൈവം വെറുക്കുന്നു. അത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദൈവം വെറുക്കുന്നു. 6 കാര്യം ദൈവത്തിന് വെറുപ്പാകുമെന്നാണ് പറയുന്നത്. ദൈവം വെറുക്കുന്നു. അസത്യം പറയും ദൈവം വെറുക്കുന്നു. വ്യാജം ദൈവം വെറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് വായിക്കുന്നത്? ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പിശാചിനെ തോൽപ്പിച്ചു. ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ് പിശാചിനെ കർത്താവ് തോൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ പ്രസംഗം കേട്ടിരിക്കുകയല്ല. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രതാപമോഹം എത്രത്തോളം ഉണ്ട്, ജീവനത്തിൻ്റെ പ്രതാപം എത്രത്തോളം ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ ജഡമോഹം എത്രത്തോളം ഉണ്ട്, എന്നെ ഏതെല്ലാം കാര്യങ്ങളാണ് പിശാച് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. വലിയ സ്ഥാനമാനങ്ങളൊക്കെയുണ്ട് എന്ന് ഞാൻ ഭാവിച്ചാൽ പിശാചിൻ്റെ ബന്ധനമാണത്. എനിക്ക് വലിയ പദവികളുണ്ട് എന്ന് ഞാൻ ഭാവിച്ചാൽ പിശാചിൻ്റെ ബന്ധനമാണ്. ഉള്ളതുപോലെ, എല്ലാം ഉള്ളതുപോലെ, ആയിരിക്കുന്നത് പോലെ മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ഭാവിക്കരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ ദൈവത്തിന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകൊണ്ട് ഭാവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. റോമർ ലേഖനം 12 അധ്യായം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവനെ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ഒരിക്കലും പാടില്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ദൈവത്തിന് ഔദ്യോഗിക പദവികളുള്ള ആളുകൾ വല്ലതും അവർ വലിയ പൊങ്ങച്ചം കാണിക്കുന്നവരാണ്. വലിയ പൊങ്ങച്ചം കാണിക്കും, വലിയ പദവിയിലാണെന്ന് കാണിക്കും. ഒരു ടെലിഫോൺസിൻ്റെ ഒരു എഞ്ചിനീയറുടെ ഓഫീസാണ്. അപ്പോൾ ഒരാൾ ടെലിഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ വാതിക്കൽ വന്നു. ഹാഫ് ഡോറിൽ കൂടി അകത്തിരിക്കുന്ന എഞ്ചിനീയർ ഇദ്ദേഹത്തെ കണ്ടു. അപ്പോൾ എഞ്ചിനീയർ ഫോണെടുത്ത് വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്നു. ആരോടാണ് സംസാരിക്കുന്നതാവോ? ആരോടോ സംസാരിക്കുകയാണ്. വളരെ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. ഫോണിൽ കൂടെ കുറേ നേരം നീണ്ടുപോയ സംസാരം. കോപാക്രാന്തനായി സംസാരിക്കുകയാണ്. ഉടനെ ഈ വാതൊക്കെ വന്ന സാധു മനുഷ്യൻ അയാളുടെ ഫോണിന് കേടുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് വന്നതാണ്. ആൾ ഒച്ചയനക്കി നിന്നപ്പോൾ വാതിൽ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ എൻജിനീയർ ഇദ്ദേഹത്തെ നോക്കി, എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ ഫോണിൻ്റെ കേടിൻ്റെ കാര്യം പറയാൻ വന്നതാണ്. എൻജിനീയർ എളിപ്പിനായിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ കേടുള്ളതെന്ന് പറയുന്ന ആ ഫോണിലേക്കാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഭാവിച്ചത്. കേടുള്ള ഫോണിലാണ് സംസാരിച്ചത്. പക്ഷേ അത് ആളുകൾക്ക് വന്നയാൾക്ക് തോന്നണം ഇയാൾ വലിയൊരു ഭീകരനായ ഉദ്യോഗസ്ഥനാണ് തോന്നാനായിട്ട് ഉച്ചത്തിൽ സംസാരിച്ചു, ബഹളം വെച്ച് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരിങ്ങനെ പുറമേ ഭാവിക്കുന്നു, പുറമേ വളരെ ഉന്നതനാണെന്ന് ഭാവിക്കുന്നു, വലിയവനാണെന്ന് ഭാവിക്കുന്നു. പ്രത്യേകിച്ച് ഔദ്യോഗിക തലങ്ങളിൽ ഇതെല്ലാം വളരെ കാണാം. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് പലപ്പോഴും വരുന്നൊരു ആപത്താണിത്. ഉയർന്ന ഭാവം കാണിക്കുക, വലിയ കെടുതിയാണത്. ഞാൻ വലിയവനാണെന്ന് ഭാവിക്കുക, എനിക്ക് ഇന്ന അധികാരമുണ്ടെന്ന് ഭാവിക്കുക. ഇന്ന അധികാരമുണ്ട്, ഉണ്ടായിരിക്കാം. പക്ഷേ അധികാരമുള്ളവൻ അധികാരം പ്രയോഗിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരു ഉന്നതനായ മനുഷ്യൻ, അദ്ദേഹം ഏതെങ്കിലും ആളുകൾ ഒരു ഇടവയിൽ ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, ആളെ ഉടനെ വിളിച്ച് ആളോടൊന്നും ചോദിക്കാതെ തന്നെ ഇയാളെ സഭയിൽ നിന്ന് മുടക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരമല്ലേ? വലിയൊരു അധികാരമാണല്ലോ. പക്ഷേ ശരിയായ ഒരു ബൗദ്ധിക പ്രമാണം പറയുകയാണെങ്കിൽ അധികാരമുള്ളവൻ അധികാരം പ്രയോഗിക്കരുത്, ഒരിക്കലും പ്രയോഗിക്കരുത്. അധികാരമുള്ളവൻ അവൻ അധികാരം പ്രയോഗിക്കുമ്പോൾ അവൻ അല്പനായി പോകും. അതുകൊണ്ട് അധികാരം കൈയാളുന്നവൻ എപ്പോഴും അധികാരം ഇല്ലാത്തവനെ പോലെ എളിമയോടിരുന്ന് കൊള്ളണം. എത്രത്തോളം നാം ഉയരുന്നുവോ അത്രത്തോളം താണുകൊള്ളണം. ഔദ്യോഗിക പദവികൾ എത്രത്തോളം നാം ഉയരുന്നുവോ അത്രത്തോളം താണുകൊള്ളണം. സാമ്പത്തികമായി എത്രത്തോളം നാം ഉയരുന്നുവോ അത്രത്തോളം താണുകൊള്ളണം. കാരണം ദൈവം നിലത്തെ നീരോടൂ എന്ന് പറയും. നിലത്തെ നീരോടൂ. താഴ്മയിലേക്കാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിനയവും സൗമ്യതയായിരിക്കും നമ്മുടെ ആഭരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഭാര്യമാരോട് പറയുമ്പോൾ പറയും, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ സകലത്തിലനുസരിപ്പീൻ. അവർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിപ്പീൻ. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ
വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന് അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അതാണ് ആഭരണം. സൗമ്യതയും സാവധാനതയും അതാണ് ആഭരണം. നമ്മുടെ ആഭരണം എന്താണ്? നാം കുറേ മാല വാരിയിട്ട് അങ്ങനെ ആഭരണം എടുത്ത് ചവഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല ആഭരണം. സൗമ്യതയും സാവധാനതയും അതാണ് ആഭരണം. സ്വഭാവശുദ്ധി അതാണ് ആഭരണം. സൽസ്വഭാവം അതാണ് ആഭരണം. വിനയപ്രകൃതി അതാണ് ആഭരണം. എളിമ അതാണ് ആഭരണം. ഞാൻ വലിയവനാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത്, ഒരിക്കലും തോന്നരുത്. എപ്പോഴും താഴ്മ. പക്ഷേ പിശാച് അവൻ നിഗളിക്കുന്നവനാണ്, നിഗളിപ്പിക്കുന്നവനാണ്. നമുക്ക് നിഗളം വരുമ്പോൾ ഓർത്തുകൊള്ളണം പിശാച് അകത്ത് കയറിയിരിക്കുന്നു. അഹങ്കാരം വരുമ്പോൾ ഓർത്തുകൊള്ളണം പിശാച് അകത്ത് കയറി സ്ഥലം പിടിച്ചിരിക്കുന്നു. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ പൊങ്ങച്ചം വരുമ്പോൾ ഓർത്തുകൊള്ളണം പിശാച് അകത്ത് കയറിക്കൂടിയിരിക്കുന്നു. ഒരിക്കലും തല പൊങ്ങരുത്, തല താണു തന്നെ നിൽക്കണം. വിനയം വേണം, താഴ്മ വേണം, സൗമ്യത വേണം, എളിമ വേണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. എന്ത് പറഞ്ഞു? അടുത്ത വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്നവനെ ശുശ്രൂഷിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ മാലാഖമാർ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞു. പിശാചിൻ്റെ പരീക്ഷകളെല്ലാം ജയിച്ചു. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ജയാളികളാകുമ്പോൾ മാലാഖമാർ നിങ്ങളെ ചുറ്റും നിന്ന് കാവൽ ചെയ്യും. നിങ്ങൾ പാപത്തിന്മേൽ ജയം നേടുമ്പോൾ, നിങ്ങൾ പരീക്ഷകളിൽ തോൽക്കാതെ ജയം നേടുമ്പോൾ, ഈ ഭൗതികമായ ക്ലാസ്സിലെ പരീക്ഷയല്ല, നിങ്ങൾ പ്രലോഭനങ്ങളിൽപ്പെടാതെ നിങ്ങൾ ജയിച്ച് വരുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ വീഴാതെ നിങ്ങൾ ജയിച്ച് നിൽക്കുമ്പോൾ, ദൈവദൂതന്മാർ നിങ്ങളെ വന്ന് ആവരണം ചെയ്ത് നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൈ ഇങ്ങനെ നീട്ടിയാൽ ഈ കൈ നീട്ടുന്നതിൻ്റെ അപ്പുറത്തെ ഒരു സ്ത്രീയെ നിർത്താവൂ. പുരുഷന്മാർ, സ്ത്രീകൾ ഈ കൈ നീട്ടുന്നതിൻ്റെ അപ്പുറത്തെ ഒരു പുരുഷൻ നിർത്താവൂ. അങ്ങനെ നിങ്ങളൊരു നിഷ്ഠ വേണം. പ്രലോഭനങ്ങൾ വരാം, പരീക്ഷകൾ വരാം. തന്നെയുമല്ല, നിങ്ങൾക്ക് തെറ്റൊന്നും വരികയില്ലെന്നിരിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീ മാത്രമായിട്ട് വന്നിരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ പരസ്യമായിരിക്കണം. നിങ്ങളൊരു മുറിയിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു സ്ത്രീ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. അതെല്ലാം പരീക്ഷകൾ വരാതിരിക്കാൻ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം. പുറത്തു നിന്നുകൊണ്ട് അവിടെ സംസാരിക്കണം. കുഴപ്പമില്ല, ആർക്കും കാണാമല്ലോ. എന്തിന്? നമുക്ക് തെറ്റുപറ്റിയില്ലേ നമുക്കറിയാം. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നാം തെറ്റില്ലാത്തവരാണെന്ന് തെളിയിക്കണം, തെറ്റ് പറ്റാത്തവരാണെന്ന് തെളിയിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലും അങ്ങനെ നാം സാക്ഷി ചെയ്ത് നയിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പമായിട്ട് തോന്നും. അല്പമല്ലത്, ഗൗരവമേറിയ കാര്യമാണ് ഈ പറയുന്നത്. പ്രലോഭനങ്ങൾ വരും, പരീക്ഷകൾ വരും. പരീക്ഷകൾ വരുമ്പോൾ അതിന് ജയിക്കാനുള്ള ആത്മാവിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കണം. ആത്മാവിൻ്റെ ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആത്മാവിൻ്റെ അച്ചടക്ക ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ. വീണ് തല തകർന്നു പോയ രംഗങ്ങൾ എവിടെയെല്ലാമായിരുന്നു ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുത്ത് എവിടെയെല്ലാമാണ് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കൈകൾ അശുദ്ധിക്ക് വിട്ടുകൊടുത്ത് എവിടെയെല്ലാമാണ് ചിന്തിച്ച് നോക്കൂ. തിന്മകളേറെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഓർത്തുകൊള്ളൂ, എപ്പോഴും ബി വിജിലൻ്റ് ആൻഡ് അലർട്ട്. നിങ്ങളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, അലർട്ടായിരിക്കണം, എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. എപ്പോഴും. എന്തുകൊണ്ട്? സാത്താൻ നമ്മൾ ചതിക്കാൻ സമ്മതിക്കരുത്. സാത്താൻ നമ്മൾ ജയിക്കാൻ സമ്മതിക്കരുത്. സാത്താൻ നമ്മൾ വീഴിക്കാൻ സമ്മതിക്കരുത്. പൈസ അതിന് വലയിൽ നിന്ന് കുടുങ്ങിപ്പോകരുത്. അങ്ങനെ എന്നാൽ എന്താണ് ഗുണം? നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അവിടെ നമുക്ക് സഹായം തരും. അവൻ നമ്മെ മൃദുലമോഹനമായ സ്വർഗീയ സോപാനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോകും. അനുഗ്രഹീതമായ ശോഭനമായ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ഭാവി നമുക്ക് നേടിത്തരും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് വേണമോ ഈ മഹാഭാഗ്യം? വേണമോ നിങ്ങൾക്ക് കരുണയുള്ള കർത്താവിൻ്റെ കൃപ? ലഭിക്കും നിങ്ങൾക്കത്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ശ്രദ്ധിക്കൂ. നിങ്ങൾ ജയാളികളായിത്തീരുക. ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജയാളികളായിത്തീരുക, ജയവീരന്മാരായിത്തീരുക. സാത്താൻ്റെ പരീക്ഷകളെ ജയിക്കുക. കൺമോഹം, ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. മൂന്നിലും നിങ്ങൾ ജയം നേടണം. ദൈവത്തിന് സ്തോത്രം.
മൂന്നിലും ജയം നേടി നിങ്ങൾ ജയശാലികളായി തീരുമ്പോൾ നിങ്ങളെ കർത്താവ് പറയും, ഇവിടെ കയറി വരിക എന്ന ശബ്ദം നിങ്ങൾ കേൾക്കും. ഇവിടെ കയറി വരിക, ഹല്ലേലൂയ, ഇവിടെ കയറി വരിക, കേൾക്കും നിങ്ങളെ ശബ്ദം. അപ്പോൾ നിങ്ങൾ പറക്കും, നിങ്ങൾക്ക് ചിറകുണ്ടായിരിക്കും. ഏതാണ് ചിറക്? സ്തുതിയുടെ ചിറക്. സ്തുതിയുടെ ചിറക്, ആത്മാവിൻ്റെ സ്തുതി. സ്തുതിയുടെ ചിറകിൽ പറന്ന് നിങ്ങൾ ഉല്ലസിച്ച് വാനഗോളങ്ങൾക്കപ്പുറം കർത്താവിൻ്റെ അരികിലേക്ക് നിങ്ങൾ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകജീവിതം അത് നിസ്സാരമായി കാണരുത്. ഈ ലോകജീവിതം ഭാവിയുടെ ഐശ്വര്യ സോപാനങ്ങൾ നേടിയെടുക്കേണ്ട ജീവിതമാണ്. ഭാവിയുടെ സുന്ദര സ്വപ്നങ്ങൾ നെയ്തെടുക്കേണ്ട ജീവിതമാണ്. അനുഗ്രഹീതമായ ശോഭനമായ സ്വർഗീയ ഭാവിയിലേക്ക് കുതിച്ചുയരേണ്ട ജീവിതമാണ്. ഈ ജീവിതം കളഞ്ഞു കുളിക്കരുത്. ഇത് കളയാനുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്, ഇത് ജയിക്കാനുള്ളതാണ്. ജയജീവിതം നേടണം. ഓരോരുത്തരും ചിന്തിക്കൂ, ഇതുവരെ തോറ്റത് എവിടെയില്ലാണെന്ന് കാണൂ. തോറ്റതെല്ലാം കർത്താവിൽ തുറന്നു പറയുക, കർത്താവേ തോറ്റുപോയി, കർത്താവേ തോറ്റുപോയി, അബദ്ധം പറ്റിപ്പോയി, കർത്താവേ എന്നെ ജയിപ്പിക്കണമേ. പറയൂ നിങ്ങൾ, കർത്താവേ എന്നെ ജയശാലിയാക്കി തീർക്കണമേ, ഒരു ജയാളിയാക്കി മാറ്റണമേ. കർത്താവേ എന്നെ ജയപതാക കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ഈ ഓട്ടം ഓടിത്തേപ്പാൻ ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ ഉയർന്ന ബന്ധാവുകളിലൂടെ നിങ്ങൾ നയിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇപ്പോൾ ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാണ്, നിങ്ങൾ ഓരോരുത്തരും ധന്യരാണ്. വചനമുണ്ട്, നിങ്ങൾക്ക് വചനം കിട്ടി, നിങ്ങൾക്ക് ജയശാലികളാകുക. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കർത്താവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതിൽ മാർഗം എന്താണ്? വന്നുപോയതെല്ലാം കഴുകുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം കഴുകി തരുന്ന ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ആ ക്രൂശിൽ കൂടി ഒലിച്ചിറങ്ങിയ പുണ്യവാൻ്റെ രക്തം, ഹല്ലേലൂയ, ക്രൂശിൽ കൂടി ഒലിച്ചിറങ്ങിയ രക്ഷകൻ്റെ രക്തം. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം ഇന്ന് നിങ്ങളുടെ തലമേലൊന്ന് വീഴട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുരിശിൻ ചുവട്ടിൽ കിടക്കുന്നു, നിങ്ങളുടെ തലമേൽ ആ തിരുരക്തം ഒന്ന് പതിയട്ടെ. ആ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, ആ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. തിരുരക്തത്താൽ നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ, നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരട്ടെ. ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റേത് മാത്രം. യേശുനാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം സമർപ്പിക്കൂ. ഹൃദയം തുറക്കൂ. യേശുവിനോട് പറയൂ, യേശുവേ ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം സമർപ്പിക്കൂ. നമുക്ക് ആ സമർപ്പണം ഹൃദയത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ മക്കളെ അവിടെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉദയം കൊണ്ടതിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിരയിൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ കർത്താവേ. എൻ്റെ നാഥ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.